നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ നവംബർ 21 വ്യാഴാഴ്ച വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ ഷഷ്ടിയാണ് നാളെ. തമിഴ് കലണ്ടർ പ്രകാരം വൃശ്ചിക മാസത്തിനെ കാർത്തിക മാസം എന്നാണ് പറയുന്നത്. കാർത്തിക മാസം എന്നത് മുരുക ഭഗവാൻ ഏറെ വിശേഷപ്പെട്ട മാസമാണ്. അതുകൊണ്ട് തന്നെ കാർത്തിക മാസത്തിൽ വരുന്ന ഷഷ്ടി മറ്റുള്ള മാസങ്ങളിൽ വരുന്ന ഷഷ്ടിയേക്കാളും മുരുക ഭഗവാൻ ഏറെ വിശേഷപ്പെട്ടതാണ്. അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഭഗവാൻ തീർത്തു തരണമെന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. വേൽമാറൽ മഹാമന്ത്രം ഒരൗഷധമാണെന്നാണ് പറയാറ്. കാരണം നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളും ഇല്ലാതായി നമുക്ക് നല്ലൊരു വഴി കാട്ടിത്തരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് വേൽമാറൽ മഹാമന്ത്രം. ഒരു 4-5 വർഷത്തിനു മുൻപ് ഈ വേൽമാറൽ മഹാമന്ത്രം എന്താണെന്ന് മറ്റുള്ളവരോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ആർക്കും അത്ര അറിയില്ലായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഇല്ല. നിത്യേന മുടങ്ങാതെ വേൽമാറൽ മഹാമന്ത്രം ജപിച്ച് ഒരുപാട് പേർക്ക് നല്ല ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ വേൽമാറൽ മഹാമന്ത്രം എല്ലാ ദിവസവും പൂർണ്ണമായും ചൊല്ലുവാൻ ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചെന്നും വരില്ല. എന്നാൽ ഈ വേൽമാറൽ മഹാമന്ത്രത്തിന് തുല്യമായ അല്ലെങ്കിൽ വേൽമാറൽ മഹാമന്ത്രത്തെക്കാളും ശക്തിയുള്ള അത്ഭുത ഫലം നൽകുന്ന വേൽ ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇനി ഈ വേൽ ഗായത്രി മന്ത്രം എന്തിനു വേണ്ടിയാണ് ചൊല്ലേണ്ടതെന്നാൽ, നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിനെ തടഞ്ഞു നിർത്തുവാനുള്ള ശക്തി ഭഗവാന്റെ കയ്യിലുള്ള ഈ വേലിനുണ്ട്. തൻ്റെ ഭക്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ അടിയോട് തന്നെ ഇല്ലാതാക്കാനാണ് ഭഗവാൻ എപ്പോഴും തൻ്റെ കയ്യിൽ ആയുധം വെച്ചിരിക്കുന്നത്. അതായത് തന്നെ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തർക്ക് അവർ ഏതു പ്രശ്നത്തിലകപ്പെട്ടാലും തൻ്റെ ആയുധം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ വേലുകൊണ്ട് ആ പ്രശ്നത്തിൽ നിന്നും ഭഗവാൻ ഭക്തരെ സംരക്ഷിക്കുന്നതാണ്. വിഷ്ണു ഭഗവാന് എങ്ങനെയാണോ സുദർശന ചക്രമുള്ളത് അതുപോലെ തന്നെയാണ് മുരുകന് തൻ്റെ വേലും. ഈ വേൽ ഉപയോഗിച്ചാണ് മുരുക ഭഗവാൻ അസുരന്മാരുടെ തലവനായ ശൂരപത്മാസുരനെ വധിച്ച് ദേവന്മാരെ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ 6 തവണ ആരാണോ ഈ വേൽ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് അവരുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളും പടിപടിയായി കുറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളാൽ വിഷമിക്കുന്നവർ നാളെ ഷഷ്ടി ദിവസം ഈ വേൽ ഗായത്രി മന്ത്രം വെറും 6 തവണ ചൊല്ലിയാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഭഗവാൻ തന്നെ കാട്ടിത്തരുന്നതാണ്. നാളെ ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടത് അത് പ്രധാനമല്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നേരം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഈ വേൽ ഗായത്രി മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം മന്ത്രം ചൊല്ലുവാൻ. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷവും പീരീഡ്സ് ആയവരും ഒരു കാരണവശാലും ഈ മന്ത്രം ചൊല്ലുവാൻ പാടില്ല. നാളെ ഷഷ്ടി ദിവസം ആയതുകൊണ്ട് തന്നെ ഭഗവാന് വിശേഷപ്പെട്ട ഏത് ദീപവും കൊളുത്താവുന്നതാണ്. വെറ്റില ദീപം മുടങ്ങാതെ കൊളുത്തുന്നവരാണ് നിങ്ങളെങ്കിൽ നാളെ വെറ്റില ദീപം കൊളുത്താവുന്നതാണ്. അതല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ 6 മൺവിളക്കിൽ നെയ്യൊഴിച്ച് ഷഡ്കോണ ദീപം കൊളുത്താവുന്നതാണ്. ഇനി ഷഡ്കോണ ദീപം നിങ്ങൾക്ക് കൊളുത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ഒരു തട്ടത്തിൽ 6 മൺവിളക്ക് വെച്ചും ദീപം കൊളുത്താവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഒരു തട്ടത്തിൽ തുവരപ്പരുപ്പ് നിരത്തി ആ തുവരപ്പരുപ്പിന് മുകളിൽ 6 മൺവിളക്കോ അല്ലെങ്കിൽ 1 മൺവിളക്കോ വെച്ച് ദീപം കൊളുത്താവുന്നതുമാണ്. ഈ പറഞ്ഞതിൽ ഏതു ദീപവും നാളെ ഷഷ്ടി ദിവസം കൊളുത്താവുന്നതാണ്. ഇനി ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് വീട്ടിൽ ചുക്കുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചുക്ക് നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ്. കാരണം ഈ മന്ത്രം നമ്മൾ ചൊല്ലുന്നതിലൂടെ ആ മന്ത്രത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഊർജം കൊണ്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ധാരാളം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പല മന്ത്രങ്ങളും ഒരു തവണ ഉച്ചരിക്കാതെ 108 തവണ ഉച്ചരിക്കുവാൻ പറയുന്നതും. കാരണം മന്ത്രങ്ങൾ വീണ്ടും വീണ്ടും ഉച്ചരിക്കുന്നതിലൂടെ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഊർജം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. അതായത് ഏതു മന്ത്രമാണെങ്കിലും അത് തുടർച്ചയായി കുറച്ച് ദിവസം നമ്മൾ ചൊല്ലുമ്പോൾ ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് തന്നെ ആ മന്ത്രത്തിന്റെ ശക്തി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. കാരണം തുടർച്ചയായ മന്ത്രജപത്തിലൂടെ കാരണമില്ലാതെ നമ്മളിൽ ഉണ്ടായിരുന്ന ഭയം മാറി മനസ്സിന് നല്ല ധൈര്യം വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല ഏത് കാര്യങ്ങളും ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിന്റെ പൂർണ്ണമായ അതിർവലകളും നമ്മളിലേക്ക് വന്നു ചേരുവാൻ ഉള്ളം കൈയിൽ ചുക്ക് വെച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലണമെന്ന് പറഞ്ഞതും.
ഇനി വീട്ടിൽ ഭഗവാന്റെ വേലുണ്ടെങ്കിൽ ആ വേലിനു മുൻപാകെ ഇരുന്നും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇങ്ങനെ ചൊല്ലുന്നതിലൂടെ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ ഈ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോഴും ലഭിക്കുന്നതാണ്. ഇനി ഈ വേൽ ഗായത്രി മന്ത്രം ഭക്തിയോടുകൂടി ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല, ആരെല്ലാമാണോ നിങ്ങളെ അപമാനപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തത് അവരുടെ മുന്നിൽ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു നിലയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതാണ്. ഇനി മന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ച ചുക്ക് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗിലോ, ഇനി മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ കുട്ടികളുടെ ബാഗിലോ വെക്കാവുന്നതാണ്. ഈ മന്ത്രം ചൊല്ലിയ ചുക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നതിലൂടെ ഏത് കാര്യത്തിനിറങ്ങിയാലും അതിലുള്ള തടസ്സങ്ങളെല്ലാം മാറി ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്. മാത്രമല്ല, മന്ത്രം ചൊല്ലിയ ചുക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു ബലം, അതുമല്ലെങ്കിൽ നിങ്ങളിൽ 1000 മടങ്ങ് ശക്തി വർദ്ധിച്ചതായി തോന്നാം. അത്രയേറെ വശ്യ ശക്തിയുള്ള ഒരു വസ്തുവാണ് ചുക്ക്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത ചുക്കുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു കഷ്ണം എടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ കൈ ചുക്കില്ല എങ്കിൽ നാളെ ഒരു പാക്കറ്റ് ചുക്ക് വാങ്ങി ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഒരു കാരണവശാലും വെറും നിലത്തിരിക്കരുത്. ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നു കൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലുവാൻ. ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിലിരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്നു കൊണ്ടും മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി കസേരയിലിരുന്നാണ് മന്ത്രം ചൊല്ലുന്നതെങ്കിലും നിങ്ങൾക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ചൊല്ലുവാൻ പാടുള്ളൂ. ഇനി നാളെ ഷഷ്ടി ദിവസം ചൊല്ലേണ്ട അതിശക്തിയാർന്ന വേൽ ഗായത്രി മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ജ്വാല ജ്വാലായ വിദ്മഹേ കോടി സൂര്യപ്രകാശായ ധീമഹി തന്നോ ശക്തി പ്രചോദയാത്. ഓം ജ്വാല ജ്വാലായ വിദ്മഹേ കോടി സൂര്യപ്രകാശായ ധീമഹി തന്നോ ശക്തി പ്രചോദയാത്. ഓം ജ്വാല ജ്വാലായ വിദ്മഹേ കോടി സൂര്യപ്രകാശായ ധീമഹി തന്നോ ശക്തി പ്രചോദയാത്. ഈ മന്ത്രം വെറും 6 തവണയാണ് ചൊല്ലേണ്ടത്. ഇനി മന്ത്രം ചൊല്ലുമ്പോൾ ഉള്ളം കയ്യിൽ വെച്ച ഈ ചുക്ക് 3 മാസം നിങ്ങളുടെ കയ്യിൽ വയ്ക്കാവുന്നതാണ്. 3 മാസത്തിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഈ ചുക്ക് ആരും ചവിട്ടാത്ത സ്ഥലത്തിടാവുന്നതാണ്. വീണ്ടും പുതിയ ചുക്ക് ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നാളെ ഷഷ്ടി ദിവസം പീരീഡ്സ് ആയിരിക്കുന്നവരാണെങ്കിൽ വിളക്ക് കൊളുത്തുവാനോ അല്ലെങ്കിൽ ചുക്ക് കയ്യിൽ വെക്കുവാനോ പാടില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ മന്ത്രം 6 തവണ ചൊല്ലാവുന്നതാണ്. വേൽമാറൽ മഹാമന്ത്രം എത്രത്തോളം ശക്തി ഉള്ളതാണോ അതിനു തുല്യമാണ് ഈ വേൽ ഗായത്രി മന്ത്രം. അതുകൊണ്ട് വേൽമാറൽ മഹാമന്ത്രം നിത്യേന പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ വേൽ ഗായത്രി മന്ത്രം ഭക്തിയോടുകൂടി വെറും 6 തവണ ചൊല്ലിയാൽ മാത്രം മതി. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.